മുനമ്പം ഭൂപ്രശ്നത്തിൽ വിശദീകരണവുമായി മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ മുനമ്പത്തെ കുടുംബങ്ങൾക്ക് തന്റെ കാലത്ത് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല. CPM നേതാവ് TK ഹംസ ചെയർമാൻ ആയപ്പോഴാണ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചത്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തെ അതേ നിലപാടാണ് മുനമ്പം വിഷയത്തിൽ പിണറായി സർക്കാരിനുള്ളതെന്നും റഷീദ് അലി ശിഹാബ് തങ്ങൾ വിമർശിച്ചു. ആദ്യം റഷീദ് അലി ശിഹാബ് കാലഘട്ടത്തിലാണ് ഈ നിസാർ കമ്മീഷനെ ഗവൺമെന്റ് അച്യുതാനന്ദൻ സർക്കാർ നിയമിക്കുന്നത്. അങ്ങനെ 10 ഗവൺമെന്റിന്റെ തീരുമാനം വന്നു തിരിച്ചു പിടിക്കാനുള്ള ആ സ്വത്ത് തിരിച്ചു പിടിക്കണമെന്നാണ് ഓർഡർ വന്നത്. പക്ഷെ തിരിച്ചു പിടിച്ചു, അന്നും തിരിച്ചു പിടിക്കില്ല. അതിനെതിരായിട്ട് അവർ അവിടെ താമസിക്കുന്ന ആളുകൾ ഹൈക്കോടതിയിൽ പരാതി പോയി. അങ്ങനെ ഹൈക്കോടതി 2016 ബോർഡിലേക്ക് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് ബോർഡ് ആ തീരുമാനം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിൽ നോട്ടീസ് ഒന്നും ഇഷ്യൂ ചെയ്യാതെ അവിടെ വെച്ച് പെൻഡിങ് വെച്ചു. അങ്ങനെ പെൻഡിങ് വെച്ച് അവസാനം കോർട്ട് കണ്ടംപ്റ്റ് വന്നു. കോർട്ട് കണ്ടംപ്റ്റ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കത് എന്തെങ്കിലും കാണണം. അതിന് പരിഗണിച്ചു എന്ന് വലിയ ബോർഡിൽ പരിഗണിച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ നോട്ടീസ് ഒരു പാർട്ടിക്കും അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണമെന്നുള്ള നോട്ടീസോ തിരിച്ചു പിടിക്കാനുള്ള നോട്ടീസോ ഇഷ്യൂ ചെയ്തിട്ടില്ല. അത് ചെയ്തത് പിന്നെ അതിന് ശേഷം വന്ന വഖഫ് ബോർഡായിരുന്നു. അത് ഹംസാക്കായിരുന്നു ചെയർമാൻ. ഹംസാക്കാണ് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഞാനല്ല. ഈ വിഷയം ഇപ്പോൾ പുകഞ്ഞു കത്തുകയാണെന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. റഷീദ് അലി സാദിഖ് അലി തങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അന്ന് വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന സമയത്താണ് ഈ വിഷയങ്ങൾ ആരംഭിക്കുന്നത് എന്നാണ് റഷീദ് അലി ശിഹാബ് തങ്ങളോട് CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും വിമർശനം. എന്നാൽ റഷീദ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത് TK ഹംസ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നപ്പോഴാണ് ഈ നോട്ടീസ് അയച്ചത് എന്നാണ്. പക്ഷേ നോട്ടീസ് അയക്കുന്നതിന് വേണ്ടി വഖഫ് ബോർഡ് തീരുമാനമെടുക്കുന്നത് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്താണ് എന്നതാണ് LDFന്റെ വിമർശനം. അപ്പോൾ ലീഗിന്റെ തന്നെ പ്രതിനിധികൾ ഉൾപ്പെട്ടിരിക്കുന്ന വഖഫ് ബോർഡാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്ന LDFന്റെ ആരോപണത്തിനുള്ള മറുപടിയാണ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അപ്പോൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡ് ചെയർമാനായിരിക്കുന്ന സമയത്തെടുത്തൊരു തീരുമാനത്തെ തുടർന്നാണ് നോട്ടീസ് അയച്ചതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം റഷീദ് അലി ശിഹാബ് തങ്ങൾക്കുമുണ്ട്. പക്ഷേ അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്ന പശ്ചാത്തലത്തിൽ ബോർഡ് അത് പരിഗണിച്ചുവെന്നാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായി വരുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് പുറത്തു വരേണ്ടതുണ്ട്. ഈ വഖഫിന്റെ സംരക്ഷണ സമിതി എന്ന പേരിൽ നടക്കുന്ന ചില ആളുകൾ ഈ സമൂഹത്തിൽ സമാധാനത്തോടുകൂടി കാര്യങ്ങൾ പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട്. നമുക്ക് നോക്കാം.